ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം PSC പരീക്ഷയിൽ SCERT ടെക്സ്റ്റ് ബുക്കിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. കോഴിക്കോടിനടുത്ത് കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന വർഷം. കോഴിക്കോടിനടുത്ത് കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1498 മെയ് 20 വാസ്കോഡ ഗാമയും കൂട്ടരും എവിടെ എത്തിച്ചേരുന്നത്? കാപ്പാട് എത്തിച്ചേരുന്നത്. കോഴിക്കോടിനടുത്ത് കാപ്പാട് വാസ്കോഡ ഗാമയും കൂട്ടരും എത്തിച്ചേർന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1498 മെയ് 20. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സാവോ ഗബ്രിയേൽ എന്നാണ്. എന്താണ്? സാവോ ഗബ്രിയേൽ എന്നതാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്. അപ്പൊ 3 കപ്പലുകളിലായിട്ടാണ് വാസ്കോഡ ഗാമയും കൂട്ടരും കാപ്പാട് എത്തിച്ചേരുന്നത്. 3 കപ്പലുകൾ ഏതാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ ബെറിയോ ഇങ്ങനെ 3 കപ്പലിലായിട്ടാണ് വാസ്കോഡ ഗാമയും കൂട്ടരും കാപ്പാട് എത്തിച്ചേരുന്നത്. അതിൽ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ സാവോ ഗബ്രിയേൽ ആണ്. ഇനി വർഷം ചോദിച്ചാൽ 1498 മെയ് 20. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ചോദിച്ചാൽ അത് KM പണിക്കരാണ്. വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് KM പണിക്കർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അവസാനം പോയിട്ടുള്ള യൂറോപ്യൻ ശക്തി ചോദിച്ചാലും അതാര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. പഠിച്ചു വെക്കുക, കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. കേരളത്തിൽ നിന്നും അവസാനമായി പോയിട്ടുള്ള യൂറോപ്യൻ ശക്തി ചോദിച്ചാലും അത് പോർച്ചുഗീസുകാരാണ്. ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേർന്ന വർഷം. ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേർന്ന വർഷം ചോദിച്ചാൽ 1604. 1604 ഡച്ച് കപ്പൽപ്പട എവിടെ എത്തിച്ചേരുന്നത്? കോഴിക്കോട്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാര്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇതെല്ലാം SCERT പോയിന്റ്സ് ആണ്. അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേർന്ന വർഷമാണ് 1604. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാര്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം നടത്തിയ വർഷം. 1729. 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത്. അപ്പോ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. ഓർത്തിരിക്കണം, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അനീരം മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നിട്ടുള്ള വർഷം ചോദിച്ചാൽ 1729. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം. ചോദിച്ചാൽ 1750 ജനുവരി 3. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയിട്ടുള്ളത്. ഇനി തൃശൂർ പൂരം ആരംഭിച്ച
ഭരണാധികാരി. തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചിട്ടുള്ളത്. 1788 തെക്കൻ മലബാർ നിയന്ത്രണത്തിലാക്കിയ ടിപ്പു സുൽത്താന്റെ ആസ്ഥാനം. 1788 തെക്കൻ മലബാർ നിയന്ത്രണത്തിലാക്കിയ ടിപ്പു സുൽത്താന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഫറൂഖാബാദ് ആണ്. ടിപ്പു സുൽത്താന്റെ ആസ്ഥാനം ചോദിച്ചാല് ഫറൂഖ് അഥവാ ഫറൂഖാബാദ് ആണ്. അപ്പൊ ഇവിടെ പഠിച്ചു വെക്കുക, 1788 തെക്കൻ മലബാർ ടിപ്പു സുൽത്താൻ നിയന്ത്രണത്തിലാക്കി. ടിപ്പു സുൽത്താന് തെക്കൻ മലബാർ നിയന്ത്രണത്തിലാക്കിയ വർഷം ചോദിച്ചാല് 1788 ആണ്. ടിപ്പു സുൽത്താന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭ്യമാകുന്നതിന് കാരണമായ ഉടമ്പടി. ടിപ്പു സുൽത്താന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭ്യമാകുന്നതിന് കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം ചോദിച്ചാൽ 1792. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1792 ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ്. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായത് കേണൽ ജോൺ മൺട്രോ. കേണൽ ജോൺ മൺട്രോ ആണ് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ ഗോവയിൽ വെച്ച് വധിച്ച വർഷം. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ചോദിച്ചാൽ 1600. അപ്പൊ നമുക്കറിയാം 4 പേരാണ് അല്ലെ. കുഞ്ഞാലിമരയ്ക്കാർ എന്നത് അവരുടെ സ്ഥാനപ്പേരാണ്. അങ്ങനെ 4 പേരുണ്ടായിരുന്നു. അതിൽ നാലാമനെ ഗോവയിൽ വെച്ച് വധിച്ചിട്ടുള്ളത് ഏത് വർഷമാണ്? 1600. അതുപോലെ പഠിച്ചു വെക്കുക, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? ചാലിയം കോട്ട പിടിച്ചെടുത്തിട്ടുള്ളത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തിട്ടുള്ളത്. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. അപ്പോ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ചോദിച്ചാൽ അത് 1600 ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക, ആദ്യത്തെ സംഘടിത കലാപമാണ് ചോദിച്ചത്. അത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 ഏപ്രിൽ 15 നടന്നിട്ടുള്ള ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആദ്യത്തെ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ് കേട്ടോ. അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1861 മാർച്ച് 12. 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂര് വരെ മദ്രാസ് റെയിൽവേ കമ്പനി കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ആരംഭിച്ചിട്ടുള്ളത്. തങ്ങളുടെ വ്യാപാരം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാര് റെയിൽവേ ആരംഭിക്കുന്നത് അല്ലെ. അപ്പോൾ ഓർത്തിരിക്കുക, കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. വർഷം ചോദിച്ചാൽ 1861 മാർച്ച് 12. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം ചോദിച്ചാൽ 1812. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം ചോദിച്ചാൽ 1812. അടിമത്തം നിരോധിച്ച ഭരണാധികാരി ചോദിച്ചാൽ ആരാണ്? ഗൗരി ലക്ഷ്മിഭായ്. ഗൗരി ലക്ഷ്മിഭായ് ആണ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി ആരംഭിച്ച വർഷം. പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി ആരംഭിച്ച വർഷം 1577. 1577 കേരളത്തിൽ പോർച്ചുഗീസുകാരെ അച്ചടി ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി
ആരംഭിച്ചിട്ടുള്ളത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. വർഷം ചോദിച്ചാൽ 1577. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയത്. മലയാളത്തിലെ ആദ്യ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരി. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ച വർഷം. രാജ്യസമാചാരം, പശ്ചിമോദയം പത്രങ്ങൾ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1847. തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം, പശ്ചിമോദയം പത്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ചോദിച്ചാൽ ഏതാണ്? രാജ്യസമാചാരമാണ്. 1817 തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയത്. 1817 വർഷമെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1817 തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. ആരാണ്? ഗൗരി ലക്ഷ്മിഭായ്. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം 1937. 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വരുന്നത്. ഇനി തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറിയ വർഷം ചോദിച്ചാൽ എത്രയാണ്? 1957. 1957 തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായിട്ട് മാറി കേട്ടോ. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1937 സ്ഥാപിതമായ തിരുവിതാംകൂർ സർവകലാശാല 1957 കേരള സർവകലാശാലയായി മാറി. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രാഥമിക കാരണം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രാഥമിക കാരണം ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അപ്പൊ നമുക്കറിയാം പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം ഘട്ടം ചോദിച്ചാൽ 1800 മുതൽ 1805 വരെയാണ്. പഴശ്ശിരാജ വീരമൃത്യു വരിച്ച വർഷം ചോദിച്ചാൽ 1805 നവംബർ 30. നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു വരിക്കുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രാഥമിക കാരണം ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം ചോദിച്ചാൽ 1809 ജനുവരി 11. ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയിട്ടുള്ളത്. ഇനി നോക്കൂ, കുറിച്യ കലാപത്തിന്റെ നേതാവ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ചോദിച്ചാൽ അത് രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന്റെ ലീഡർ ആരായിരുന്നു? രാമനമ്പിയാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്